അസ്സലാമു അലൈക്കും. കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ബേക്കറി സ്റ്റൈൽ സ്നാക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കിയിട്ടൊരു 2-3 മാസം വരെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. നമ്മളെ നാട്ടിൽ ഇതിന് കസൂറപ്പം എന്നാണ് പറയൽ. പല നാട്ടിലും പല പേരിലാണ് കേട്ടോ അറിയപ്പെടുന്നത്. സിമ്പിൾ ഇൻഗ്രീഡിയൻസേ ഉള്ളൂ, സിമ്പിൾ പ്രിപ്പറേഷൻ ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടു നോക്കി. ബിസ്മില്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മാവ് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു പാത്രം എടുത്തിക്കണ്. ഇതിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് ഏലക്കായും പഞ്ചസാരയും കൂടി കൂട്ടിപ്പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് അതിലേക്ക് 2 ഏലക്കായും കൂടി ഇട്ടിട്ട് നല്ലോണം പൊടിച്ചെടുത്തതാണ്. അപ്പോൾ പൊടിച്ച പഞ്ചസാരൻ്റെ കണക്കാണെങ്കിൽ 3/4 കപ്പ് ഉണ്ടാവും കേട്ടോ. പഞ്ചസാര പൊടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ അളവൊന്ന് കുറച്ച് കൂടും. പിന്നെ അതൊരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പിൻ്റെ അളവ് തീരെ കൂടരുത്. പേരിന് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇത് മധുരം നല്ല ലൈറ്റായിട്ടുള്ള മധുരമാണ് കേട്ടോ. ഈ ഒരു സ്നാക്കിന് അതാണ് ടേസ്റ്റ്. മധുരം കൂടിയാൽ എനിക്ക് അത്ര ഇഷ്ടാവലില്ല. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ചേർക്കാം. ഇതെല്ലാം കൂടെ നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പഞ്ചസാരയൊക്കെ പൊടിച്ച് ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് മിക്സായി കിട്ടും. പഞ്ചസാര നല്ലോണം അലിയണം കേട്ടോ ആ മുട്ടയിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ എല്ലാം കൂടെ മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്താലും മതി. പിന്നെ ഏലക്കായൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. അതിന് മുട്ടൻ്റെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പം ഏലക്കായ ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കാം. ഇനിയിപ്പോൾ വാനില എസൻസോ അങ്ങനെ എന്തെങ്കിലും ചേർക്കണം എന്നുണ്ടെങ്കിൽ അതും കുറച്ച് ചേർത്താൽ മതി കേട്ടോ. വളരെ ലൈറ്റായിട്ട് മതി അതിൻ്റെ ഒരു ഫ്ലേവർ. ഇനി നമുക്ക് കുറച്ച് ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിക്കണം. അതൊന്നൊരു 3/4 ഭാഗം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് പൊടി കുഴക്കുമ്പോൾ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഡാൽഡ അല്ലെങ്കിൽ മിൽമ RKG ഒക്കെ പോലുള്ള നല്ല നെയ്യ് ഉണ്ടല്ലോ, അതൊക്കെയാണ് ചേർത്ത് കൊടുക്കൽ. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അത് പൊടിയിലൊന്ന് ആദ്യം മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതാ നമ്മൾ മൈദ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ 2 കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. 250 ml അളവിൽ 2 കപ്പ് മൈദ എടുത്തിക്കണം. അപ്പോൾ അത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മൾ പൊടി കുഴച്ചെടുക്കാൻ. ഇതിനൊരു കണക്ക് എന്ന് പറയുമ്പോൾ കറക്റ്റ് കണക്ക് മൈദൻ്റെത് പറഞ്ഞു തരാൻ പറ്റില്ല. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ എടുക്കണ മുട്ടൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. പഞ്ചസാരയൊക്കെ കൂട്ടിയെടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഓയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ മാവ് ഇങ്ങനെ കയ്യിൽ സ്റ്റിക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, കുഴക്കാൻ കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഓയിൽ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതാ ബാക്കിയുള്ള മൈദയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതാ കുഴച്ചെടുക്കുകയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ ചപ്പാത്തിൻ്റെ ഒക്കെ ഒരു മാവ് ഉണ്ടാവുമല്ലോ, ആ ഒരു രീതിയിലാണ് നമുക്ക് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ പൊടി ചേർക്കുമ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. ടൈറ്റ് ആവാതെ ശ്രദ്ധിക്കുക കേട്ടോ. ടൈറ്റായി പോയാൽ പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ചാൽ ശരിയാവില്ല. പിന്നെ നമ്മൾ മുട്ട കലക്കി അത് കുറച്ച് ഒഴിച്ച് മിക്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനേക്കാൾ നല്ലത് നമ്മൾ പൊടി ചേർക്കുമ്പോൾ കുറച്ച് ചേർത്ത് നോക്കിയിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ 2 കപ്പ് ഫുള്ള് ചേർത്തിട്ടും മാവ് കറക്റ്റായി വന്നിട്ടില്ല. അപ്പോൾ ഞാനിതൊരു 2 ടേബിൾ സ്പൂണ് പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതാ കുഴച്ചെടുക്കുകയാണ്. അങ്ങനെ അതാ നമ്മൾ മാവൊക്കെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിക്കണേ. ഇനി ഇത് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് ഒരു ചെറിയ ഉരുള എടുത്തിട്ട് നമുക്കിങ്ങനെ പരത്തി കൊടുക്കാം. ഇത് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കൈ കൊണ്ട് തന്നെ അമർത്തി പരത്തിയെടുക്കാം. അല്ലെങ്കിൽ കുഴലുകൊണ്ടൊന്ന് ചെറുതായിട്ട് പരത്തിയെടുത്താലും മതി. കുറച്ച് കട്ടിയിൽ പരത്തിയെടുത്ത് കട്ട് ചെയ്തിട്ട് ഒരു ഡയമണ്ട് ഷേപ്പിലൊക്കെ ആക്കിയിട്ട് എടുക്കാം. ഇതിനേക്കാളും എളുപ്പം ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് ഉണ്ടാക്കണതാണ്. അപ്പോൾ ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടി ഒന്ന് ഡസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഉരുട്ടിയെടുക്കണത്. അല്ലെങ്കിൽ നമ്മളിതിങ്ങനെ കട്ട് ചെയ്തിടുമ്പോൾ ഒട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് പൊടി ഇട്ടാൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ എണ്ണ പെട്ടെന്ന് കേടായിപ്പോവും. ഈ കട്ടിംഗ് ബോർഡ് ഞാൻ തേമൂ എന്ന് പറഞ്ഞ ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ഒരു കൊല്ലമായി ഞാൻ യൂസ് ചെയ്യണം. എനിക്ക് നല്ല ഇഷ്ടമായി. ക്ലീൻ ചെയ്യാനും ഒക്കെ നല്ല സൗകര്യമാണ്. സ്ക്രാച്ചൊക്കെ വരുന്നുണ്ട്, എന്നാലും പ്രശ്നമില്ല. നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ചെറിയ ഡയമണ്ട് ഷേപ്പിലാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അത് പൊരിച്ചെടുക്കുമ്പോൾ കുറച്ചൊന്ന് സൈസ് വലുതാവും കേട്ടോ. അപ്പോൾ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുത്തിക്കണം. ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണത്. നമ്മളിത് കുറച്ച് സ്റ്റോർ ചെയ്യുന്ന സ്നാക്ക് ആയതുകൊണ്ട് വെളിച്ചെണ്ണയിൽ പൊരിക്കാതെക്കണതാണ് നല്ലത്. നമ്മൾ കുറേ ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാക്കുമ്പോൾ 2-3 മാസം വരെയൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഒന്നെങ്കിൽ പാം ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ എടുക്കാം കേട്ടോ.
നമ്മളിവിടെ ഒരു ബാച്ച് പൊരിച്ച് കഴിഞ്ഞിട്ടോ, അതിവിടെ ചൂടോടെ തന്നെ പകുതി കാലി അയക്കണ്. അപ്പോൾ അതാണ് എണ്ണൻ്റെ കളറൊന്നും ഇങ്ങനെ കേട്ടോ, കുറച്ച് പൊടിയൊക്കെ എണ്ണയിൽ കാണുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതാ എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ ഭയങ്കര ചൂടാവരുത് കേട്ടോ, എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊരിച്ചെടുക്കാൻ, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ. നമ്മൾ കുറച്ച് എണ്ണയിലല്ലേ പൊരിക്കണം, നമ്മൾ ബേക്കറിയിലൊക്കെ പൊരിക്കുന്ന പോലെ കുറേ എണ്ണയിലല്ലല്ലോ പൊരിക്കുന്നത്. അപ്പോൾ കുറച്ച് എണ്ണയിൽ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം പൊരിച്ചെടുക്കാൻ. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മളിത് പൊരിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ എണ്ണ പതഞ്ഞ് വരുന്നത് ആദ്യത്തെ ബാച്ച് പൊരിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ, നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം. പിന്നെ നമ്മൾ പൊരിക്കുമ്പോൾ എണ്ണ ഇങ്ങനെ പതഞ്ഞ് വരും, നമ്മൾ മുട്ടയൊക്കെ മിക്സ് ചെയ്തതല്ലേ അതുകൊണ്ടാവും. പിന്നെ ഓയിലിന് പകരം നമ്മൾ നെയ്യ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിനേക്കാളും പതാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ നെയ്യ് മാറ്റിയിട്ട് ഓയിൽ യൂസ് ചെയ്തത്. അപ്പോൾ ഇതിനെന്തെങ്കിലും ടിപ്സ് നിങ്ങൾക്ക് അറിയെങ്കിൽ കമൻസിൽ ഷെയർ ചെയ്യട്ടോ, സ്ഥിരമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് അറിയെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യേ. ഇത് പൊരിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ ചെറിയ വെട്ടൊക്കെ താനേ വരും കേട്ടോ, അതുകൊണ്ടായിരിക്കും ഇതിന് വെട്ട് കേക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇത് നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ പൊരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, ഹൈ ഫ്ലെയിമിലിട്ടാൽ പിന്നെ ഉള്ളിൽ ചിലപ്പോൾ നല്ലോണം വെന്ത് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം പൊരിച്ചെടുക്കാൻ. അങ്ങനെ ഇതാ നമ്മൾ അടിപൊളി കസൂറപ്പം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് ഓവറായിട്ട് ബ്രൗൺ ആക്കരുത് കേട്ടോ, ഇതൊരു ഇങ്ങനെ കളർ മാറി വരുമ്പോൾ തന്നെ നമ്മൾ കോരിയെടുക്കണം. ഒരു ഓറഞ്ച് കളറോ എന്ത് കളറാണ് പറയുക, ചെറുതായിട്ട് ഇങ്ങനെ കളർ മാറി വരുമ്പോൾ തന്നെ എടുക്കണം. പിന്നെ ഇത് ചൂടാറും തോറും ചെറുതായിട്ടൊന്ന് കളർ ഇങ്ങനെ ഡാർക്കായിട്ട് വരും. ഭയങ്കര ബ്രൗൺ ആയിട്ട് എടുത്താൽ ഭയങ്കര കട്ടിയായി പോവേ. പിന്നെ എണ്ണ പിടിക്കുമെന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ, ഇതാ നമ്മൾ കോരിയെടുക്കുമ്പോൾ തന്നെ കണ്ടില്ലേ എണ്ണ പെട്ടെന്ന് വാർന്നു പോവും. അപ്പം എണ്ണ ഒന്നും പിടിക്കില്ല. നല്ല അടിപൊളി സ്നാക്കാണ്, നമ്മളെ നൊസ്റ്റാൾജിക് സ്നാക്കാണ്. എന്തൊക്കെ പുതിയ സ്നാക്സ് വന്നാലും ആ പഴയ സ്നാക്സിൻ്റെ ഒരു ടേസ്റ്റ് അതൊരു ടേസ്റ്റ് തന്നെയല്ലേ അല്ലേ. പിന്നെ അത് പൊരിച്ചെടുക്കണ സമയം കുറച്ചൊരു സോഫ്റ്റ് ആയിരിക്കും കേട്ടോ, ഭയങ്കര ക്രിസ്പി ആയിട്ടല്ല നമ്മൾ എണ്ണയിൽ നിന്നും കോരിയെടുക്കുന്നത്, നമ്മൾ ആ കളറ് ചെക്ക് ചെയ്തിട്ടാണ് എടുക്കേണ്ടത്. ക്രിസ്പി ആവാൻ വെയിറ്റ് ചെയ്ത് നിന്നാൽ അത് കരിഞ്ഞു പോകും. ഇത് കുറച്ച് ഇങ്ങനെ ചൂടാകുമ്പോഴാണ് ഇങ്ങനെ ക്രിസ്പി ആയിട്ട് വരാം. അപ്പോൾ നമ്മൾ എണ്ണയിൽ നിന്ന് കോരി എടുക്കുമ്പോൾ സോഫ്റ്റ് തന്നെ ആയിരിക്കും, അപ്പോൾ ക്രിസ്പി ആവില്ലേന്ന് പേടിക്കൊന്നും വേണ്ട. കുറച്ച് സമയം കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. പിന്നെ നിങ്ങൾക്ക് മുട്ട മൈദ ഒക്കെ പ്രശ്നമാണെങ്കിൽ ഞാൻ കുറേ മുന്നേ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ഉണ്ട്, മുട്ട ചേർക്കാതെ മൈദ ചേർക്കാതെ ആട്ട യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ, നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. പിന്നെ നമ്മൾ ഇതേപോലെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന കുറച്ച് സ്നാക്സൊക്കെ മുമ്പേ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.